ഓക്കെ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. തുടങ്ങിയിട്ട് പോവാം. ഞാനപ്പോൾ താഴെ കാണും മാച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ ഓക്കെ ലൈവ് വന്നെന്നാണ് എൻ്റെ ഒരു ഐഡിയ. ഓക്കെ വന്ന് ഡിലേ ഉള്ളതുകൊണ്ട് അമ്മച്ചി സ്വിച്ച് മറന്നുപോയി. ഇന്നാണ് ക്വാളിഫയേഴ്സിൻ്റെ ലാസ്റ്റ് മാച്ച്. കാരണം ഇന്നലെ ഒരെണ്ണം മാറ്റി വെച്ചായിരുന്നു. അതിന്ന് 14 ടീമുണ്ട്. മൊത്തം 24 ടീമാണ്. അതിൽ 14 ടീം കളിക്കുന്നുണ്ട്. ബാഗോസ് 2 പേരുള്ളൂ. പക്ഷേ SS 2 പേരുള്ളൂ. SS നോട്ടി. ഓ പറ്റില്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നു? ഓ പുള്ളി പ്ലെയറാണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട്. ലൈവിൽ നിന്ന് ഡിലേ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ചാറ്റ് വായിച്ചാലും ഒരു കുറച്ച് മിനിറ്റ് കഴിഞ്ഞിട്ടേ അവിടെ കേൾക്കുള്ളൂ. ടീംസ് നോക്കുകയാണെങ്കിൽ 67 ഉണ്ട്, BLD ഉണ്ട്, CM, CSK, DD, ESB, KTD 2 പേരുള്ളൂ, MBX 3 പേരുള്ളൂ, NT 4 പേരുണ്ട്, ONI, PHD, SS 2 പേര്, TGY 4 പേരുണ്ട്, വേഗോസ് 2 പേര്. അതാണ് ഇന്നത്തെ ടീം. ഇന്നലെ ബി ടീമിൽ ഉണ്ടായതിനെക്കാട്ടും കൂടുതൽ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ഏറെക്കുറെ ഒന്നും എല്ലാവരും ചാടി. പക്ഷെ പാരഷൂട്ടിലാണ് അവരൊക്കെ. സിറ്റിയിലോട്ട് എത്താൻ ചാൻസ് കുറവാണ്. അതാരാ അടി? ഓക്കെ ഇവിടെ അടിയായി. MBX CM ഇടിച്ചിട്ട് പുള്ളിയത് അടിച്ച് കൊല്ലുന്നവിടെ. അയ്യോ MBX IQൻ്റെ ആർമറും പോയി, പകുതി ഹെൽത്തും പോയി. ഓ ഇവനൊറ്റ ഫോൺ കമ്പനി. MBXൻ്റെ കയ്യിൽ ഗണ്ണൊന്നുമില്ല ആണ്. ലൂട്ടിങ്. വേറെ ഏതെങ്കിലും ടീം ഇറങ്ങി അടി തുടങ്ങിയോ? ഓ സ്റ്റാബ് സിറ്റിയിൽ അടി അടക്കാൻ ചാൻസ് ഉണ്ട്. ഒറ്റ മാച്ചേ ഉള്ളൂ, ഒറ്റ മാച്ച്. ഇത് കഴിഞ്ഞാൽ ഞാൻ കിക്കിൽത്ത് ലൈവ് എൻ്റെ ചെയ്യും. ഇവർക്ക് ആക്ച്വലി ഇവിടെ അടിയാവാൻ ചാൻസ് ഉണ്ടല്ലോ. രണ്ടാൾക്കാരിപ്പോൾ കണ്ടുവിട്ടു ഇവിടെ. ഓരോ ആക്ച്വലി കണ്ടിട്ടില്ലേ? ലൂട്ടിക്കൊണ്ടിരിക്കുക. ഓക്കെ ESP നോക്സ് പുഷ് ചെയ്ത് വരുന്നുണ്ട്. പുള്ളിയോടെ AFK പോലെ നിൽക്കുന്നുണ്ട്. ഇത് ടീമാണ്. 2 കളറാണല്ലോ. അല്ല ടീമല്ല. അയ്യോ പുള്ളിക്കൊന്ന് മര്യാദക്ക് ക്യൂ എന്തോ അമർത്തിയതാ. ആ പോക്ക് പോയി കവർ എടുക്കാൻ. 9-10. അതെന്തോ 9-10. ESP ആണ് ഇവിടെ നോക്കായത്. ESPയിൽ എത്ര പേരാ? ESP തന്നെയാണോ? അതെ ESPയിൽ ബാക്കി 2 പേര് പക്ഷെ വേറെ സ്ഥലത്താ. ഇതാണ് ESP. അടുത്തന്നെ. അത്ര ലോങ്ങില്ല. നാളെ തൊട്ടാണ് സെമിയും ഡെയിലി 2 മാച്ച് വെച്ചിട്ടാ. സെമിയുടെ ലിസ്റ്റ് ചെയ്ത് കേട്ട് കാണിച്ചു തരാം. ലിസ്റ്റല്ല, ടീമിൻ്റെ ഷെഡ്യൂൾ വന്നിട്ടില്ല. ബട്ട് വേറെന്തോ ഉണ്ട്, ഡീറ്റെയിൽസും കാര്യങ്ങളും ആയിട്ടുണ്ട്. ഒറ്റക്ക്
PhD ഇവിടെ ഉണ്ട്. ഓ ആഡ് മീ ഓൺ ഡിസ്കോഡ്. ഓക്കെ ഓടിക്കോ. അടി നടക്കാനായിട്ടില്ല. മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് 5 മിനിറ്റായി. 5 മിനിറ്റ് കഴിഞ്ഞു. ഓ SB പുള്ളി നേരെ റീകോൾ ചെയ്യാൻ പോയി. ഒരാളെ ഡൗൺ ആയിട്ടുള്ളൂ, പക്ഷെ റീകോൾ ചെയ്ത്. പുള്ളി റീകോളായിട്ട് വന്ന് അവിടെ തന്നെയല്ലേ ഇറങ്ങിയത്. പക്ഷെ അവരിപ്പോൾ 2 ടീമിൻ്റെയും നടുക്കല. അപ്പുറത്ത് SS ഉണ്ട്, ഇവിടെ BLD ഉണ്ട്. BLD 4 പ്ലേയേഴ്സ് ഉണ്ട്, SS 2 ആൾക്കാരേ ഉള്ളൂ. ഓനി ഓ PhD 4 പേരുമായി. ഇല്ല ആരൊക്കെയോ വന്ന് 49 ലൈവ്. ശരിക്കും 100 പ്ലേയേഴ്സാണ് വേണ്ടത് ഓരോ സ്റ്റേജിലും. 100 ഒരു 90-നെ മുകളിലേക്ക് എല്ലാ ഗ്രൂപ്പും വരുവാണെങ്കിൽ, എല്ലാ ടീമും ആ ഗ്രൂപ്പിലത്തെ. ബട്ട് എല്ലാവരും വരുന്നില്ല. ഒരാൾ ചീറിപ്പാഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. ഇത് സ്വന്തം ടീമാ, അത് റീഗ്രൂപ്പ് ആകാൻ പോവാ. എനിക്ക് ഓൺലൈൻ കളഞ്ഞാടാ ജിറ്റി. അടുത്ത വിട്ടിട്ട് നമ്മളെ എല്ലാവരും വിളിച്ച് VC എടുത്തിട്ട് കമൻഡർ അറിയിപ്പിക്കണം. ഇനി അപ്പോൾ ഒറ്റ ടീമിൽ ഒറ്റയ്ക്കുള്ള ഒരാളല്ലത്. ഒറ്റക്കാണ് അവിടെ 2 ആൾക്കാരുണ്ടാ. ഒറ്റയാളുള്ളൂ, കണ്ടം പൂച്ച. പുള്ളി വണ്ടിയിലിരുന്നില്ല ഒട്ടുന്നത്. ഓ ESP അവിടെ പകരം ചോദിക്കാൻ പോയാ. ഓക്കെ ഒരാളെ നോക്കാക്കിന്ന് അവർ ചോദിക്കാൻ ചെന്നിട്ടുണ്ട്. പക്ഷെ SS 2 പേരേ ഉള്ളൂ. ആ വണ്ടി അവിടെ എത്തിയാ. ഓക്കെ ESP ഇറങ്ങിയടിക്കാൻ ചാൻസ് ഉണ്ട്. SS പണിയാണ്. 2 vs 3 ആണ് ആക്ച്വലി. ഓക്കെ SS നോട്ടി ഡൗൺ.
ഇത് ഫിനിഷാക്കി. ഓ അവിടെ സ്റ്റാൻലി 1 HP. സ്റ്റാൻലി SS PV അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഡയറക്റ്റ് ഫിനിഷാണ്. എനിക്ക് ആർമറില്ല, ഹെൽത്തും ഇല്ല പകുതി. എൻ്റെ അകത്ത് കയറിയാ. ഓക്കെ SS അവിടെ വൈപ്പായിട്ടുണ്ട് ടീം. ഫസ്റ്റ് ടീം SS ആണ് അപ്പോൾ വൈപ്പായിരിക്കുന്നത്. 2 പേരുണ്ടായിരുന്നുള്ളൂ. ബട്ട് അവർക്കൊരു കില്ലുണ്ട്. അല്ല 2 കില്ലുണ്ട് ആക്ച്വലി. SP മറ്റേ പുള്ളിയെ റീകോൾ ചെയ്തില്ല. ചെയ്ത് പുള്ളി വേറെ അവിടെ പോയി. ഓക്കെ ഒനിയും എനിക്കും ടാക്സിന് അടിച്ചിട്ട്. അപ്പോൾ ഒന്ന് ഒനിയാണോ? അതെ ഒനിയാണ്. ഒനി അടിക്കാൻ നിൽക്കുന്നില്ല. ആണെന്ന് തോന്നുന്നു. റീകോളുള്ള പരിപാടിയാണ്. രണ്ടുപേരും അടിച്ചിട്ടോ അവര്. ഇതിങ്ങനെ 2 പേരുടെ ലൂട്ട് വന്ന്. ഒരു വീക്ക് എടുത്തിട്ടുള്ളൂ. എനിക്ക് 3 പേരേ ഉള്ളൂ. CSK ഇനി നേരെ കയറി ചെന്നത് CSKയുടെ അടുത്തോട്ടാണ്. ഈ റാംബോ ആർമർ പോയിട്ടുണ്ട് പുള്ളിയുടെ. റീകോളും ചെയ്ത്. ഓക്കെ അത് റീകോളായി. ഈ അപ്പുറത്ത് വേറെ എല്ലാടാ. എടാ എല്ലാ സ്ഥലത്തും അടിയാണല്ലോ. ഇവിടെ അടിയല്ല, അടുത്തടുത്താന്നുള്ളൂ. MBXും DDയും. DD അടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. MBX ആക്ച്വലി 3 പേരുള്ളൂ. DDയും 3 ഉള്ളൂ. DD 4 ഉണ്ട്. MBX ലീവ് ചെയ്യണം. MBXന്റെ എല്ലാ പ്ലേയേഴ്സും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ DDനെ MBX ആയാലും ചേസ്. രക്ഷപ്പെട്ട താഴത്തു കൂടെ പോയി. DD പോയിട്ട് അടുത്ത ടീമിനെ കണ്ടുമുട്ടി അവിടെ. CMനെ. വണ്ടി 2 ആൾക്കാരുണ്ട്. ഓക്കെ പണിപാടി. DD സ്ലോഗൻ എവിടെ ഡൗൺ ആയതാ? ഇവിടെ തന്നെ. ഇതന്നെ സ്ലോഗൻ. ഓക്കെ DD 2 ആൾക്കാർ ഡൗൺ ആയിട്ടുണ്ട്. ബാക്കി 2 പേരും കൂടെ ഉണ്ട്. CM അടിച്ചിട്ടു. CM ഗഞ്ച ഡൗൺ. DD ഫാസ്റ്റ് ഡൗൺ ആയിട്ടുണ്ട്.
ഡി ഡി ലാസ്റ്റ് വൻ. അയ്യോ പുള്ളി രക്ഷപ്പെടുക. വെറുതെ വീണാ? അതെങ്ങനെ? പുള്ളി ഒന്ന് വെടിവെക്കുക പോലും ചെയ്തില്ലല്ലോ. അടുത്ത ടീം അപ്പോൾ വൈപ്പായിട്ടുണ്ട്. ഡി ഡി ആണ്. പുള്ളി കത്തിയതാണോ? ഡി ഡി 3 കൗണ്ട്. MBX ആ ഗ്യാപ്പിൽ വന്നിട്ട് CM അടിക്കാൻ നോക്കുന്ന. CM എല്ലാവരും റിവൈവ് എടുത്ത്. ഓക്കെ എനിക്ക് CSK എവിടെ അടിയായത്? വണ്ടിയിലാണ് അടി. CSK DV ആണല്ലോ. ഗാമ ഏതാ? ഗാമ വേർ ഓ ഗാമ പൽവൻ. NT ചേസിങ് CSK ആണ്. CSK റീകോളിലാണോ? അല്ല. എനിക്ക് ഒരാളുള്ളൂ. ബാക്കിയുള്ളവരെന്ത് ചെയ്യാ? വരുന്നുണ്ട്. ടയർ പൊട്ടി. ഓ വണ്ടി കത്തി വരട്ടെ. CSKൻ്റെ. ഓയ്യോ വണ്ടി പൊട്ടി. ഒരാൾ ഡൗൺ ആയി. എനിക്ക് ഈ ബ്രെയിൻ ലാഗിൽ അടക്കില്ലിട്ടത്. ഐ തിങ്ക് CSK വൈപ്പ് ആവാൻ ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ CSK എലിമിനേറ്റ് ആയി. ഇതാര്? ESB ജോയിൻ ചെയ്തിട്ടുണ്ട് അവിടെ. ഓക്കെ ESB ഒരാളുടെ 2 പേരുടെയും ആർമർ പോയി. വേറെ കുറെ ഹെൽത്തും പോയി. ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. 1 ചിപ്പി. ഇതൊക്കെ ഹെൽത്തടിക്കാൻ ടൈം കിട്ടിയിട്ടില്ല. ഇവിടെ CM MBX അടിയായി. പെട്ട് ഡൗൺ ആയി. MBX ഹുവാവേ ഡൗൺ ആയിട്ടുണ്ട് അവിടെ. MBX ഒരാളോ? അല്ല വേറെ സ്ഥലത്താ. പുള്ളിനെ ഫിനിഷാക്കി. BLDയും മറ്റേ ടീം ഏതായിരുന്നു? TGY അടിയായിട്ടുണ്ട് ഇവിടെ.
ഓന് ESPയിലത്തെ 2 പേരടിച്ചിട്ട് ഞാൻ ESP 2 ആൾക്കാർ ഡൗൺ. ഒരാളെ ഫിനിഷാക്കി. 2 കളറും 2 ടീമിൻ്റെ കളറും റെഡാ. ESP ഒരാൾ റീകോൾ ചെയ്യാൻ നിർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അവർ സേഫാ. TGY BLD ആ കില്ല് ഫിനിഷാക്കിയതാ നോക്കായി കിടന്ന ആളുടെ. ഈ BLD വണ്ടി പൊട്ടിത്തെറിക്കുന്നു തോന്നുന്നു ഇപ്പോൾ. BLD മട്ടാഞ്ചേരി തങ്കൻ ഡൗൺ. ഓ പുള്ളി അങ്ങോട്ടൊന്നും അടിച്ചിട്ടല്ലേ. ബ്ലാക്ക് ലിസ്റ്റ് ഡൗൺ. BLD ലൂക്ക് ബിനോയ്ക്ക് ഡൗൺ. BLD ലാസ്റ്റ് മാനാണ്. BLD ക്യാഷ് ഇവിടെ പിന്നാലെ പോകുന്നുണ്ട് എല്ലാരും. അതാറ് എന്തിനടിക്കുന്നു? ആ വണ്ടിക്ക് തീ പിടിച്ച്. BLD വൈപ്പാവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. Who do you think will win this match? I don't know, bro. I will not say that. പുള്ളി രക്ഷപ്പെട്ട്. അയ്യോ വണ്ടി കത്തി പൊട്ടിത്തെറിച്ച് വൈപ്പായി. പുള്ളിക്ക വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു. തീ പിടിച്ചാണ്ട ഇരുന്നിട്ട് കാര്യമില്ല പിന്നെ. ഓക്കെ BLD അങ്ങനെ വൈപ്പായിട്ടുണ്ട്. BLDക്ക് കില്ലൊന്നും കിട്ടിയിട്ടില്ല. TGYക്കാണ് ഇപ്പോൾ 4 കില്ലുള്ളത്. CMന് 5 കില്ല്, NTക്ക് 5 കില്ല്, ഒനി 3 കില്ല്. അടുത്ത ഏത് ടീം കണ്ടുമുട്ടും? താര സോണോട്ടിൽ വാഗോസോ? വാഗോസ് 2 പേര് സോണോട്ടിൽ നിൽക്കുന്നു. TGY ആക്ച്വലി ആരും ഡൗൺ പോലും ആയിട്ടില്ല. എന്നിട്ട് അടുത്ത് CM കയറി. ESP പുള്ളിനെ അവിടെ നിർത്തിയോണ്ട് എല്ലാവരും റീകോൾ ചെയ്ത്. ഇനി ആക്ച്വലി ബാക്കി നോക്കുകയാണെങ്കിൽ 10 ടീമാണുള്ളത്. 10 ടീമിൽ വാഗോസ് 2 പേരുള്ളൂ. KTDയും 2 പേരെ കാണുന്നുള്ളൂ. 33 നിലയുണ്ട്. വാഗോസിന് മുമ്പിൽ ESP ആശ വന്നപ്പെട്ട് അവർ കറങ്ങി കയറുന്നു. ഇത് കത്തിപ്പോയാൾ തിരിച്ചറിയുന്നതാണ്. ESP ഇത്ര നേരം 3 പേരെ കാണിച്ചിരുന്നുള്ളൂ. ഫേസ് 4 ആയി സോണ്. അടുത്തത് ഫേസ് 5 ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഇനി പെട്ടെന്ന് പെട്ടെന്ന് വരായിരിക്കും സോണ്. മാച്ച് തുടങ്ങിയിട്ട് ടൈം നോക്കുവാണെങ്കിൽ 25 മിനിറ്റായി. കൂടിപ്പോയാലൊരു 20 മിനിറ്റിൻ്റെ താഴെ മാച്ച് കാണുള്ളൂ. ഇനി 40 to 45 മിനിറ്റ്സ് എല്ലാ മാച്ചിൻ്റെയും ടൈം വരാറ്. മാക്സിമം 45. അതിന് മുകളിലേക്ക് പോവില്ല. ഇതാരാ മോഡിൽ സേഫായിട്ട് നോക്കുക കേട്ടാ. 67 അവർ ചില്ലിയാടൊക്കെ കയറി ചില്ലായിട്ടിരിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ആ ചില്ലിയാട് കയറിയിരിക്കുക. ഇവിടെ നാൾ വരണ്ടെങ്കിലും കാണാമല്ലോ. ഇവിടെ അവിടെ എന്ത് പെട്ടെന്ന് അവരടുത്ത് എത്തി. KTDയുടെ അടുത്തോട്ട്. എനിക്കിങ്ങനെ കറങ്ങി നടക്കുവാണ് ആളെ നോക്കിയിട്ട്.
ഓ ലൂട്ടാൻ വേണ്ടി വന്നതാണ്. ഹിന്ദി ഹിന്ദി ഫൈറ്റ് പ്രോബ്ലി നോ ഐ ഡോണ്ട് നോ ഹിന്ദി ബ്രോ. ഐ വിൽ ട്രൈ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ ഫേസ് 5 സോൺ ഷ്രിങ്കിങ്. ഫേസ് 4 ആണ്. ആക്ച്വലി ഫേസ് 4 ആണല്ലേ. ഇത് മുട്ടിക്കഴിഞ്ഞാൽ ഫേസ് 5 ആവും. ESP ഇത് ഒന്നി യാ ഒന്നി. Okay, Oni versus ESP. I think. Yeah. Everyone is chasing him. ഉയ്യോ വലിച്ചിട്ട് കൊടുത്തത് ആളുടെ മുമ്പിലോട്ട്. എടാ ഓക്കെ എസ് ബി ആശൻ ഡൗൺ ആയിട്ടുണ്ട്. ബാക്കി ആൾക്കാരൊക്കെ ടെൻ മോർ ടീംസ് ലെഫ്റ്റ്. MBX വേഴ്സസ് CM ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ MBX ചേസിങ് CM. റീകോൾ ചെയ്യാൻ വന്നൊരാളെ അടിച്ചിട്ടു. ഇനി വേറെ റീകോൾ സെൻറ്ററിൽ പോകണമെങ്കിൽ ഇവിടെ പോകണം. ESP ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്. ഓൺലി വൺ ലെഫ്റ്റ്. അക്വാഡോറിസ് ഈ സോണിൽ പോകേണ്ടി വരും അല്ലെങ്കിൽ റീകോൾ ചെയ്യാൻ. ഈ സോണിൻ്റെ അകത്ത് ആകെ കൂടി ഉള്ളത് എനിക്ക് മാത്രമാണ്. എനിക്കും ESP ഒരാളും. ഇത് ഒന്നിയല്ലേ, ഒന്നിയും കയറിയിട്ടുണ്ട്. ഇവിടുന്ന് 67 കയറുന്നുണ്ട്. TGY സോണോട്ടി എന്ന് കളിക്കുന്നു. കയറുന്നുണ്ട്.
PhD ഒരാൾ ഇവിടെ എവിടെയോ ഉണ്ടല്ലോ. TG വേഴ്സസ് PhD ആക്ച്വലി അങ്ങനെ ഫൈറ്റ് എടുക്കുന്ന കണ്ടിട്ടില്ല, കുറവാ. അവർ സോണിൻ്റെ അറ്റത്തുനിന്ന് കളിക്കുന്ന കണ്ടിട്ടുള്ളത്. സ്ഥലത്ത് ഹോൾഡ് ചെയ്തിട്ട് പൊസിഷൻ നോക്കി കളിക്കുന്ന ടീം. PhD, MBX, TGY, കണ്ടംപൂച്ച വന്നിട്ട് PhD കണ്ടംപൂച്ച ഡൗൺ ആയിട്ടുണ്ട്. ഒനി വേഴ്സസ് MBX. ഹായ്. MBX നത്തിങ് വേഴ്സസ് ഒനിയിലത്തെ 3 ആൾക്കാർ. TGY പ്ലെയർ 2 വെള്ളത്തിൽ പോയി. Hadi. TGY സപ്പോർട്ടിനൊന്നും ഉണ്ടായിരുന്നു. 3 ആൾ ഒരുമിച്ചൊക്കെ വന്നെടുത്ത് ആക്ച്വലി ട്രാപ്പാക്കാൻ കൊടുന്നെന്ന് തോന്നുന്നത്. ഓക്കെ, ഒനി 2 പേരുടെ അവിടെ യൂണിയിൽ. അവിടെ എത്ര ടീമാണ്? CM വേഴ്സസ് KTD. ഏതോ വണ്ടിക്ക് തീ പിടിച്ചിട്ടുണ്ട്. KTD വണ്ടിക്കാന്ന് തോന്നുന്നു. KTD വണ്ടിക്ക് തീ പിടിച്ച് ഒരാൾ ഡൗണായി, രണ്ടാമത്തെ ആള് ഡൗണായി. ഗഞ്ചക്ക് 2 കില്ല് കിട്ടി. KTD അങ്ങനെ എലിമിനേറ്റ് ആയിട്ടുണ്ട്. KTD ഓൾറെഡി രണ്ടാൾക്കാരെ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. കില്ലുണ്ടോ KTDക്കില്ല. TGY 7 കില്ല്, NT 6 കില്ല്, CM 7 കില്ല്, ഒനി 5 കില്ല്. ഇനി 9 ടീമാണ് ബാക്കിയുള്ളത്. 28 ലൈവ്, 28 ലൈവ്, 9 ടീംസ് ലെഫ്റ്റ്. ഫേസ് 7 ആണ് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സോൺ. ഓക്കെ, അവിടെ NTയും CM ആണത്. MBX, NT വേഴ്സസ് MBX. സോണൊക്കെ ഇനി പെട്ടെന്ന് വരും. ക്രോസ് ചെയ്ത് അങ്ങ് പോയല്ലോ 2 ടീമും. XG7 ഇപ്പോഴാണ് ഒരു ഫൈറ്റിന് ടീമിനെ കണ്ടുമുട്ടുന്നത്.
ഫേസ് 7 മുട്ടി. ഫേസ് 8 ഇപ്പോൾ സ്റ്റാർട്ടാവും. ഓക്കെ, MBX PhD അടി ആയിട്ടുണ്ട്. തിരിച്ചു പോകുന്നു. CM TGY MBX PhD. ഓക്കെ, NT വേഴ്സസ് ESP. എഗെയിൻ ESPന് ഒരു പ്രാവശ്യം NT തന്നെയാണോ അടിച്ചത്? പുള്ളി റീകോൾ ചെയ്തായിരുന്നല്ലേ? ഇപ്പോൾ കൊണ്ടു പുള്ളിനെ ഒറ്റക്കായി. അക്വാഡോറിസ് ഒനി 2 പേര് ഡൗണായി. ലാസ്റ്റ് മാൻ. ഒനി ലാസ്റ്റ് മാനാണ്. ടാക്ഷു ഐ തിങ്ക് ഒനി വൈപ്പായി. അപ്പോൾ അടുത്ത ടീം ഒനിയാണ് എലിമിനേറ്റ് ആയിക്കണത്. ഇനി 8 ടീമും കൂടെ. ടിജോയ്ക്ക് നല്ല പൊസിഷൻ, സോണും ഉണ്ട്. ഇസവരും മുകളിൽ MBXന് സോണി കയറണം. സോണ് പെട്ടെന്ന് വരും. ബോംബല്ലേ അത്? പുള്ളി തന്നെ അറിഞ്ഞാണോ? നോക്കട്ടെ വെക്കോ. എവിടൊക്കെ അടിശബ്ദം കേൾക്കുന്നത്? CM NT വണ്ടിയാ വണ്ടി. അയ്യോ, അവർക്ക് കയറാൻ പറ്റുന്നില്ല. പുറത്തോട്ടല്ലേ പോണേ. കണ്ടം പൂച്ച എങ്ങനെ ഡൗൺ ആയി ഇവിടെ? നേരത്തെ ഡൗൺ ആയതാ. പുള്ളി ഇതുവരെ റീകോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, MBX 67 അടിയായി. MBX എത്ര പേര് ഡൗൺ ആയി? 2 പേര്. 67 2 പേര് ഡൗൺ ആയി. TGO വന്നാ അങ്ങോട്ട്. TGO വന്നിട്ട് കില്ല് കുമ്മിയാ. നോക്കായി കിടന്നാളെ ഫിനിഷ് ആക്കിയെന്ന് തോന്നിട്ടാണ്. ഓക്കെ, ഇവിടെ സോൺ വന്നവരെല്ലാവരും സോണിൽ പൊട്ടിച്ചാണെന്ന് തോന്നുന്നു. എനിക്ക് ഗാമാപ്പല്ലുവാന് പിക്കെടുത്ത് കൂട്ടുന്നു പുള്ളിയുടെ. ഓക്കെ, പണി വാളി. CMന് 4 പേർക്ക് സോണി കയറാൻ പറ്റാത്തൊരു റിഡ്ജ്. ഓക്കെ, എനിക്ക് ഗാമാപ്പല്ലുവാൻ ഡൗൺ. MBX എലിമിനേറ്റ് ആയിട്ടുണ്ട്. TGY വാഗോസ് ഇപ്പോഴാണ് ഫൈറ്റ് ആവുന്നത്. വാഗോസിന് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. വാഗോസിന് ഒരുമാതിരി പൊസിഷൻ. അയ്യോ, ഓക്കെ, വാഗോസ് എലിമിനേറ്റ് ആയി. 67 ഉണ്ട്. TGY പ്ലെയർ അതേ വേണി കത്ത്. റബ്ബ് എടുക്കാൻ വരുന്നുണ്ട്. 67 CMത്ത് ഒരാൾ കയറി സോണിൻ്റെ അകത്ത്. ഒരാൾ നോക്കായി. നോക്കല്ല, പുള്ളി അവിടെ എങ്ങനെ സർവൈവ് ചെയ്ത്? ഡൗണായി. ESPത്തെ ഒരാൾ പൊച്ചക്കകത്ത് കയറിയിരിക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് അടുത്ത സോണിൽ പണി കിട്ടും. സോൺ ഇപ്പം സ്റ്റാർട്ടാവും. CMത്തെ ആളുടെ ബാക്കിലാണ് ഇരിക്കുന്നത്. പുള്ളിക്ക് അറിയില്ലെന്ന് തോന്നുന്നു. ഇവിടെ പക്ഷേ CMത്തെ ആൾ സോണിലാണ്. കണ്ട് CMത്തെ ആൾക്ക് പണി കിട്ടി. 4 ടീമാണ് ഇനി ബാക്കിയുള്ളത്. TGY 4 പ്ലേയേഴ്സ്. പിന്നെ ആരാ ഇവിടെ? 67 2 ആൾക്കാരുണ്ട്. CM ഒരാൾ, ESP ഒരാൾ. ഞാൻ പറഞ്ഞില്ലേ, ESPത്തെ ആൾ ബാക്കിൽ നിന്ന് പണി കൊടുത്ത്. TGYക്ക് നല്ല പൊസിഷനാണ്. ഫൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. ESP അക്കോടോ ഒപ്പണ്ട് കയറി വരേണ്ടി വരും. ഡൗണായി. ESP എലിമിനേറ്റ് ആയി.
അടുത്ത 67 വേഴ്സസ് TGY ആണ്. കൗണ്ടൊക്കെ TGYക്കാണ്, ബട്ട് പറയാൻ പറ്റില്ല. 67 പുഷ് ചെയ്ത് കയറുന്നുണ്ട്. റിഡ്ജിലിങ്ങനെ വീണോണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ 67 ആണ് ലാസ്റ്റ് എലിമിനേറ്റ് ആയ ടീം. TGY ആണ് ഗ്രൂപ്പ് B വിന്നേഴ്സ്. സെക്കൻഡ് പൊസിഷൻ അയ്യോ ഇപ്പോൾ ഡൗൺ ആയി. 67 സെക്കൻഡ് പൊസിഷൻ, ഫസ്റ്റ് TGY. അപ്പോൾ GG. അപ്പോൾ ക്വാളിഫയേഴ്സ് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ പോയിന്റ് ടേബിൾ വെച്ചിട്ടാവും സെമി ഷെഡ്യൂൾ ഇടുന്നത്. നാളെയാണ് സെമി തുടങ്ങാമെന്ന് തോന്നുന്നത്. 3 ദിവസം സെമി ഉണ്ടാവും, 2 മാച്ച് വെച്ചിട്ട് ഡെയിലി. അപ്പോൾ GG.